الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവലോക സംരക്ഷകനും നിയന്താവുമായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തുസൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാ ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മണലാരുണ്യത്തിലൂടെ യാത്ര ചെയ്തിരുന്ന ഒരു യാത്രാ സംഘം ക്ഷീണിച്ച അവശരായി രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി ഒരു താഴ്വരയിൽ ഒരുമിച്ചു കൂടുകയും രാത്രിയിലെ നീണ്ട ഉറക്കത്തിന്റെ ഇടയിൽ ഒരു യുവാവ് വിചിത്രമായ ഒരു സ്വപ്നം കാണുകയും ഉണ്ടായി. സ്വപ്നത്തിൽ പ്രകാശപൂർണനായ ഒരാൾ വന്നുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മണലാരുണ്യത്തിൽ, ഈ താഴ്വരയിൽ ധാരാളം കല്ലുകൾ ഉണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയിൽ ആ കല്ലുകളൊക്കെ വാരി നിറയ്ക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്രത്യക്ഷമായി. ഞെട്ടിയുണർന്ന യുവാവ് തന്റെ കൂടെയുള്ള സുഹൃത്തുക്കളോട്, കൂടെയുള്ളവരോട് പറഞ്ഞു, ഇപ്രകാരം ഒരു സ്വപ്നം ഞാൻ കണ്ടു. ഉറക്കം ഒഴിവാക്കി ആ കല്ലുകളെല്ലാം വാരിക്കൂട്ടണമെന്നാണ് സ്വപ്നത്തിൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ആ വ്യക്തി മറ്റു കൂട്ടുകാരോട് പറഞ്ഞു. ഇത് കേട്ടപ്പോ കൂടെയുള്ള ആളുകൾ ഉറക്കത്തു നിന്ന് എണീറ്റ് പലരും ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ വെറും തോന്നലാണ്, ഈ മരുഭൂമിയിൽ എന്ത് കല്ലാണുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാക്കുകളെ വകവെക്കാതെ വീണ്ടും തിരിച്ചു കിടന്നുറങ്ങി. ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിനോടൊപ്പം കൂടി. അവർ ഒരുമിച്ചു പോയി രാത്രിയിൽ ആ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഏതാനും കല്ലുകൾ അവരുടെ കൈകളിലെ സഞ്ചികളിൽ വാരി നിറയ്ക്കുകയും ചിലരൊക്കെ തന്റെ സഞ്ചിയിൽ കൂടുതൽ ഭാരമുണ്ടാകുമെന്ന് തോന്നി വളരെ കുറച്ചു മാത്രം സ്വരൂപിക്കുകയും ചെയ്തുകൊണ്ട് അവരും ഉറക്കത്തിലേക്ക് വന്നു. നേരം പുലർന്നു, ഇരുട്ടൊക്കെ മാറി, പ്രകാശം, സൂര്യരശ്മികൾ അവരുടെ താഴ്വരയിലേക്ക് വീണു.
പ്രകാശമുണ്ടായപ്പോൾ അവർ അവരുടെ സഞ്ചിയിലേക്ക് നോക്കി. രാത്രിയിൽ അവര് സ്വരൂപിച്ച ആ കല്ലുകളിലേക്ക് നോക്കിയപ്പോൾ അത് കേവലം കല്ലായിരുന്നില്ല, കോടികൾ വിലമതിക്കുന്ന വജ്രങ്ങളായിരുന്നു എന്നാണ് അവർ കണ്ടത്. സ്വാഭാവികമായും കൂടെയുള്ള ആളുകളൊക്കെ ഞെട്ടി. പലരും കരയാൻ തുടങ്ങി. ഞങ്ങളും താങ്കളുടെ കൂടെ വന്നിരുന്നുവെങ്കിൽ ഇത് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നല്ലോ എന്ന നിരാശയുടെ വാക്കുകളായിരുന്നു പലരുടെയും വാക്കുകൾ ഉണ്ടായിരുന്നത്. വാരി പറക്കിയെടുത്തവരൊക്കെ ചിലർ നിരാശയുടെ കുഴിയിലേക്ക് വീണു. ഭാരം ഉണ്ടാകുമെന്ന് കരുതിയാണ് വളരെ കുറച്ചെടുത്തവർ, അവർക്കും നിരാശ തോന്നി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ വിശ്വാസികളാണ്. ഞാൻ ഈ ഒരു കഥ പറഞ്ഞത് ഈ ലോകത്തെ ജീവിതത്തിന് ശേഷം പരലോക ജീവിതത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സഞ്ചിയിൽ ഇതുപോലെയുള്ള വജ്രക്കല്ലുകൾ ഉണ്ടാകണം. അത്തരം വജ്രക്കല്ലുകൾ, അതിനേക്കാൾ വിലമതിക്കുന്ന നന്മകൾ ഈ ലോകത്ത് വാരി വിതറിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞത് അത് വാരിയെടുക്കാൻ, വാരി നിറയ്ക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് നമ്മളുടെ മുന്നിലേക്ക് പലപ്പോഴായി വന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹപൂർണമായ ധാരാളം നന്മകൾ, വജ്രക്കല്ലുകളെക്കാൾ വിലമതിക്കുന്ന നന്മകൾ, ഹസനാത്തുകൾ, താആത്തുകൾ, ബിർറുകൾ, ഇതെല്ലാം നിറഞ്ഞ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് തന്ന് നിങ്ങളുടെ കയ്യിലുള്ള സഞ്ചിയിൽ ഇതെല്ലാം വാരി നിറച്ചുകൊണ്ടാണ് ഒരു വിശ്വാസിയുടെ പാതയം ഒരുക്കേണ്ടത് എന്ന് അള്ളാഹു നമ്മളോട് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം ഖേദത്തിന്റെ കരച്ചിലുകളായി മാറുന്നുണ്ടോ എന്നത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, ലൗ യഅലമുൽ ഇബാദു മാ ഫീ റമളാൻ. എൻ്റെ ഉമ്മത്തിലെ ആളുകൾ, ജനങ്ങൾ റമളാനിന്റെ മഹത്വവും അതിന്റെ ഫളലും അതിലെ പ്രതിഫലവും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അയ്യഖൂന റമളാന സനത കുല്ലഹ, വർഷം മുഴുവനും റമളാനാകണമെന്ന് അവർ ആഗ്രഹിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധമായ റമളാൻ നമ്മുടെ കൺമുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പുണ്യങ്ങളുടെ വസന്തോത്സവമായി വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് റമളാൻ കടന്നു വരികയാണ്. താല്പര്യത്തോടും ഊർജ്ജസ്വലതയോടും ഏറെ ആഗ്രഹത്തോടെയും അതിലേറെ പ്രതീക്ഷയോടെയും കാത്തിരുന്ന റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് സമാഗതമാകുമ്പോൾ നല്ല മനസ്സും പ്രവർത്തന സന്നദ്ധതയും ഉണ്ടെങ്കിൽ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് എന്തൊക്കെ ഫലങ്ങൾ, അതിൻ്റെ ഗുണങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ നേടിയെടുക്കുന്നു എന്നിടത്താണ് ഒരു വിശ്വാസി വിജയം കുടികൊള്ളുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ മാസത്തിന്റെ നന്മകൾ തടയപ്പെട്ടാൽ എല്ലാം തടയപ്പെട്ടവനാണെന്നും, ഈ മാസത്തിന്റെ നന്മകൾ, ഹസനാത്തുകൾ നേടിയെടുത്തവനാണെങ്കിൽ എല്ലാ ഖൈറുകളും നേടിയെടുത്തവനാണെന്നും റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. അതാക്കുമു റമളാനു ശഹ്റുൻ മുബാറകുൻ, ഏറ്റവും അനുഗ്രഹപൂർണമായ ഒരു മാസമാണ് റമളാൻ. ഫറദല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ മാസം വിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു നോമ്പ് നിർബന്ധമാക്കി. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ, ആകാശത്തിന്റെ വാതിലുകൾ, നന്മകളുടെ കവാടങ്ങൾ അള്ളാഹു മലർക്കെ തുറന്നു തന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, കത്തിയാളുന്ന നരകത്തിന്റെ വാതിലുകൾ കെട്ടിയടക്കപ്പെട്ടു. വതുഅല്ലു ഫീഹി മർദത്തു ശയാതീൻ, പിശാചുക്കളെ അള്ളാഹു ചങ്ങലക്കിട്ടു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ദിനരാത്രങ്ങൾ ആ ദിവസങ്ങളിൽ കടന്നു വരുന്നുണ്ട്. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ, ആ നന്മകളെല്ലാം ലഭിച്ചാൽ എല്ലാ നന്മകളും കിട്ടിയവനാണ്, ആ നന്മകൾ നഷ്ടപ്പെട്ടാൽ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാസത്തിന്റെ നന്മകൾ, റമളാൻ കടന്നു വരുന്ന മാസത്തിന്റെ നന്മകൾ നേടിയെടുക്കുവാൻ മാനസികമായും ശാരീരികമായും കുടുംബപരമായും നമ്മൾ ഒരുങ്ങുക എന്നതാണ് ഒരു വിശ്വാസി ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. ചരിത്ര പ്രസിദ്ധമായ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം കൂടിയാണ് റമളാൻ. ബദർ യുദ്ധം വിജയിച്ചതും ബദർ യുദ്ധം നടന്നതും, അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ മക്ക വിജയമുണ്ടായതും, ഹുനൈൻ യുദ്ധത്തിനും ഖന്തഖ് യുദ്ധത്തിനും ഒക്കെ സൈന്യത്തെ ഒരുക്കിയതും, സഖീഫ് ഗോത്രം ഒന്നടങ്കം ഇസ്ലാമിലേക്ക് കടന്നു വന്നതും, ഇങ്ങനെ തുടങ്ങി നിരവധി അനവധി ചരിത്ര പ്രസിദ്ധമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ദിനരാത്രങ്ങൾ കൂടിയാണ് റമളാൻ എന്ന് പറയുന്നത്. മാത്രവുമല്ല, സുഹഫ് ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ ഏടുകൾ, തൗറാത്ത്, ഇഞ്ചീല്, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ട ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ശഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് റമളാൻ. ആ മാസം
വിശ്വാസികൾക്ക് മാർഗദർശനമായി, സന്മാർഗമായി, സത്യാസത്യ വിവേചനമായി അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയതാണ്. ആ മാസത്തിലെ നോമ്പ് നമുക്ക് മാത്രമായിരുന്നില്ല, മുൻ സമൂഹങ്ങളിലെ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി. എങ്ങനെയുള്ള നോമ്പ്? കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർക്ക് സമൂഹത്തിന് നിർബന്ധമാക്കിയതുപോലെ തന്നെ നിങ്ങൾക്കും റമദാനിലെ നോമ്പ് അള്ളാഹു നിർബന്ധമാക്കി എന്ന് പഠിപ്പിച്ചു. ധാരാളം നോമ്പുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പ്രായശ്ചിത്തത്തിന്റെ, കഫാറത്തിന്റെ, സുന്നത്തായ നോമ്പുകൾ. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പറയുന്നത് അത് പരിശുദ്ധ റമദാനിലെ ഫർളാക്കപ്പെട്ട നോമ്പ് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നോമ്പ് കൊണ്ട് വിശ്വാസി എന്ന നിലക്ക് ധാരാളം നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകരുത്. ഈമാൻ, വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ വർദ്ധിക്കണം. വിശ്വാസം കൊണ്ട്, അതിന്റെ ഹലാപത്തുകൾ കൊണ്ട് മനസ്സ് നിറയണം. സംസ്കാര സമ്പന്നമായ ജീവിത വിപുലീകരണം ഈ റമദാൻ കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. എല്ലാ നിഷിദ്ധങ്ങളിൽ നിന്നും, ഹറാമുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ നമുക്ക് സാധിക്കണം. തെറ്റുകളിലേക്ക് മനസ്സ് ചായാതെ നിർവഴിയുടെ വഴികളിലേക്ക് നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോകാൻ ഈ റമദാൻ കൊണ്ട് ഒരു വിശ്വാസി അതിനെ സ്വായത്തമാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. പാപമോചനം തേടാൻ, മഗ്ഫിറത്ത് നേടിയെടുക്കുവാൻ, അതുപോലെ എല്ലാ ഹൈറാത്തുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മുക്തമാകാൻ, അങ്ങനെ എല്ലാ നന്മകളും തിന്മകളിൽ നിന്നല്ല മോചനങ്ങളും നേടിയെടുക്കാൻ ഈ റമദാൻ കൊണ്ട് കഴിയണം. ദാഹവും വിശപ്പും സഹിക്കുക വഴി ദരിദ്രന്റെ വിഷമതകൾ മനസ്സിലാക്കാൻ കഴിയണം. അതിലുപരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യപരമായ ഒരുപാട് നേട്ടങ്ങൾ റമദാൻ കൊണ്ട് ഒരു വിശ്വാസിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അനിർവചനീയമായ പുണ്യങ്ങളാണ് റമദാൻ കൊണ്ട് വിശ്വാസികൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം. നോമ്പ് അള്ളാഹുവിനുള്ളതാണ്, അല്ലെ? എല്ലാ ഇബാദത്തും അള്ളാഹുവിനുള്ളതാണ്. എന്നാൽ അള്ളാഹ് പറയുന്നു ഫഇന്നഹു ലീ വഅന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതിന്റെ കാരണം, നോമ്പിന്റെ വിഷയം പ്രത്യേകം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നത് നോമ്പ് അത്രമേൽ ശ്രേഷ്ഠവും അതിന്റെ പുണ്യം നമുക്കാർക്കും നിർവചിക്കാൻ കഴിയാത്ത മാത്രയിൽ മഹത്വമുള്ളതുമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം പുണ്യം നേടിയെടുക്കുന്നതിലൂടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ, നമ്മുടെ മനസ്സുകളുടെ ഉള്ളിൽ അതുപോലെ സംഭവിച്ചു പോയ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും പാപക്കറകളും മായ്ച്ചു കളയുവാനുള്ള ഒരു അവസരമാണ് പരിശുദ്ധമായ റമദാൻ. മൻ സ്വാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലാഗ്രഹത്തോടെയും റമദാനിലെ നോമ്പെടുത്താൽ അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനസ്സോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് നോമ്പിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ആരും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും. നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഭാര്യ ഭർത്താവ് ബന്ധങ്ങൾക്കിടയിൽ, അതുപോലെ തന്നെ സൗഹൃദങ്ങൾക്കിടയിൽ, കച്ചവടങ്ങൾക്കിടയിൽ, അതുപോലെ ഇടപാടുകൾക്കിടയിൽ ധാരാളം തെറ്റുകുറ്റങ്ങൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ പൊറുക്കാനുള്ള ഒരു മഹത്തായ അവസരം നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ ഈമാൻ നമുക്കാണ് അറിയുന്നത്, നമ്മുടെ സ്വഭാവം നമുക്കാണ് അറിയുന്നത്, നമ്മുടെ തഖ്വ എത്രയുണ്ട് എന്ന് നമുക്ക് മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് അതെല്ലാം അള്ളാഹുവിനോട് തെറ്റുകൾ ഏറ്റുപറയുവാനും നമ്മുടെ തഖ്വയെ സ്വായത്തമാക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്ന ഒരവസരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ റമദാനിനെ സ്വീകരിക്കണം. നോമ്പ് എന്ന് പറയുന്നത് നരകത്തു നിന്നുള്ള പരിചയമാണ്. അസിയാമു ജുന്ന മിനന്നാർ, നരകത്തു നിന്നുള്ളൊരു പരിചയമാണ് നോമ്പ്. കജുന്നത്തി അഹദിക്കും മിനൽ ഖിതാല്, അതുപോലെ തന്നെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന പരിച പോലെ എല്ലാ ഹറാമുകളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും തിന്മകളിൽ നിന്നുമുള്ള പരിചയമായി നോമ്പിനെ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് ആ നോമ്പ് നരകത്തു നിന്നുള്ള പരിചയമാണ്, സ്വർഗപ്രവേശനത്തിന് കാരണമാണ് എന്ന് റസൂലുള്ളാഹ്. ആ നോമ്പെടുത്ത വ്യക്തി നരകത്തിലേക്ക് അടുക്കുക പോലുമില്ല എന്ന് റസൂലുള്ളാഹി. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുത്ത വ്യക്തി 70 വർഷത്തെ വഴിദൂരം നരകത്തുനിന്ന് അവൻ അകറ്റപ്പെടും ഒരു നോമ്പ് കൊണ്ട് എന്ന് പറയുമ്പോൾ, ഈ റമദാനിലെ നോമ്പുകൾ കൊണ്ട് ഒരു വിശ്വാസിക്ക് നരകത്തുനിന്ന് അകലാൻ ഏറ്റവും വലിയ അവസരം അള്ളാഹു ഒരുക്കി നൽകിയിരിക്കുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നോമ്പുകാരന് മാത്രമാണ് അള്ളാഹുവിന്റെ തിരുമുഖം ദർശിക്കുവാനുള്ള ഒരു മഹാസൗഭാഗ്യം അള്ളാഹു നൽകുന്നത്. അള്ളാഹു പറഞ്ഞു, ലിസ്സായിമി ഫർഹത്താനി, ഒരു നോമ്പുകാരന് 2 സന്തോഷമുണ്ട്.
ഒന്ന് ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി, ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ട് ഈ ലോകത്ത് ആർക്കും കിട്ടാത്ത മഹാഭാഗ്യം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അള്ളാഹുവിന്റെ മുഖം കാണാൻ, അള്ളാഹുവിനെ കാണാൻ, അവന്റെ സ്വപ്നങ്ങൾ പൂവണിയുന്ന നിമിഷം ഒരു വിശ്വാസിക്ക് നോമ്പുകാരനാണെങ്കിൽ ഉണ്ടാകും എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു വാതിൽ, ഫിൽ ജന്നത്തി സമാനിയത്തു അബ്വാബിൻ, സ്വർഗത്തിന് 8 വാതിലുകളാണ്. ആ 8 വാതിലുകളിൽ ഫീഹാ ബാബു യുസമ്മ റയ്യാൻ, ഒരു വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. യദ്ഖുലുഹു ഇല്ല സായിമൂൻ, അതിലൂടെ പ്രവേശിക്കുക നോമ്പുകാർ മാത്രമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്വമാണ് ഒരു നോമ്പുകാരൻ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ പ്രത്യേകമായ വാതിലിലൂടെ ആനയിച്ച് സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം ആ നോമ്പുകാരനുണ്ട്. അവന്റെ വായയുടെ വാസന പോലും കസ്തൂരി, റബ്ബിന്റെ അടുത്ത് കസ്തൂരിയുടെ വാസനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഖുലൂഫി ഫമി സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, അവന്റെ വായയുടെ വാസന പോലും കസ്തൂരിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സഹോദരങ്ങളെ, റമദാൻ മറ്റു മാസങ്ങളിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. മറ്റു മാസങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ പോലെ, ദിക്റുകൾ പോലെ, ദുആകൾ പോലെ അല്ല റമദാനിൽ. ഓരോ കർമ്മത്തിനും സാധാരണഗതിയിൽ ഒരു നന്മയ്ക്ക് അത് 10 ഇരട്ടിയാണെങ്കിൽ ഇവിടെ റമദാനിൽ 70ഉം 700ഉം ഇരട്ടി. 700 ഇരട്ടി വരെ അള്ളാഹു സുബ്ഹാനഹു തആല അതിലുപരിയും അള്ളാഹു ഉദ്ദേശിക്കും പ്രകാരം ഒരു വിശ്വാസിക്ക് ഒരു കർമ്മത്തിന് നൽകും. ഇത് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. സുന്നത്തായ കർമ്മങ്ങൾക്ക് ഫർളിന്റെ കൂലി, ഫർളുകൾക്ക് 1 മുതൽ 700 ഇരട്ടി വരെ കൂലി. അതുകൊണ്ട് തന്നെ എല്ലാ നന്മകളും, തൗബയാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, നമസ്കാരമാകട്ടെ, നോമ്പ് തുറപ്പിക്കലാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, സക്കാത്താകട്ടെ, സ്വതക്കയാകട്ടെ, ജീവിതത്തിൽ എല്ലാ നന്മകളും നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിർവഹിക്കേണ്ട ഒരു മാസമാണ് നമ്മുടെ മുന്നിലേക്ക് ഇതാ വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി ശ്രദ്ധിക്കണം. അതിനുള്ള അവസരം അള്ളാഹു ഒരുക്കി നൽകി. പിശാചുക്കളെ ബന്ധിച്ചു, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു, നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടു. ഈ നന്മകളെല്ലാം നമ്മുടെ സഞ്ചിയിലേക്ക് വാരി നിറച്ച് ഒരു നിരാശയില്ലാത്തവനായി, ഏറെ പുഞ്ചിരിക്കുന്ന മുഖവുമായി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മളെല്ലാവരും സജ്ജമാവുക എന്നതാണ് ഈ മാസം കൊണ്ട്. അതിനുവേണ്ടി വിശ്വാസികൾ പരസ്പരം മാത്സര്യം കാണിച്ചുകൊണ്ട് മുന്നേറാൻ കഴിയണം. നിങ്ങൾ നോക്കൂ, നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ഇപ്പൊ ആധുനികമായി ഇനി എത്ര ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ ബാക്കിയുണ്ട്? വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് ഇനി റമദാനിലേക്ക് കാലെടുത്തു വെക്കാൻ, ആ വാതിൽ തുറക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ നിലക്കുമുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടാകണം. ആധുനിക മനുഷ്യൻ ഇന്ന് വല്ലാത്ത തിരക്കിലാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്ത തിരക്കാണ്. അത്രയ്ക്ക് ഓട്ടമാണ് ഭൗതികമായ ഈ ജീവിതത്തിൽ ഞാനും നിങ്ങളും എല്ലാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഓട്ടത്തിനിടയിലുള്ള ഒരു പിറ്റ് സ്റ്റോപ്പാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. അത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. വിദേശത്തേക്ക് നമ്മളൊരു യാത്ര പോകണമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ആ യാത്ര പോകാൻ വേണ്ടി പാസ്പോർട്ട് റെഡിയാക്കും, വിസ റെഡിയാക്കും, അതുപോലെ പോകാനുള്ള പാതയങ്ങൾ റെഡിയാക്കും, പണം റെഡിയാക്കും. അതിനുവേണ്ടി മാസങ്ങളായി നമ്മൾ ഒരുങ്ങും, ഇല്ലേ? അതുപോലെയാണ് ഒരു 3 മണിക്കൂറുള്ള എക്സാമിന് വേണ്ടി ഒരു വിദ്യാർത്ഥി ഒരു വർഷക്കാലം മുഴുവനും നിരന്തരമായി പഠിക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം, നമ്മുടെ മകളുടെയോ മകന്റെയോ ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രമാത്രം നമ്മൾ കൃത്യമായി ഒരുങ്ങും. അതിനുവേണ്ടി മാസങ്ങളായി അതിന്റെ പിന്നാലെയുള്ള ഓട്ടങ്ങളായിരിക്കും. എന്നാൽ ആകാശത്തിന്റെ വിഹായസിലേക്ക് പറന്നുയരാൻ, നന്മകൾ വാരിയെടുക്കാനുള്ള മഹാവസരമായ റമദാൻ വർഷത്തിൽ അള്ളാഹു ചില വിശ്വാസികൾക്ക് മാത്രമായി നൽകുമ്പോൾ അതിനുവേണ്ടി എത്ര ഒരുക്കം നമ്മൾ ഇതുവരെ എടുത്തിട്ടുണ്ട് എന്ന് ഈ നിമിഷം ഞാനും നിങ്ങളും നമ്മുടെ മനസ്സുകളോട് ചോദിക്കണം. എവിടെ എത്തി നമ്മുടെ ഒരുക്കം? എവിടെ വരെ എത്തി? എന്തൊക്കെ നമ്മൾ ചെയ്തു? എന്ത് പ്ലാനിങ് ആണ് അതിനു വേണ്ടി നിർവഹിച്ചിട്ടുള്ളത്? എന്ത് ചിന്തയാണ് അതിനു വേണ്ടി നമ്മൾ ഇതുവരെ നിർവഹിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇല്ല, ഒരു കൃഷിയിടം, ആ കൃഷിയിടത്തിലേക്ക് വിത്തിറക്കണമെങ്കിൽ ആ വിത്തിറക്കാൻ വേണ്ടി അവിടെയുള്ള കല്ലുകളും അതുപോലെ തന്നെ മുള്ളുകളും എടുത്തു മാറ്റും. അല്ലാതെ വിത്തിട്ടാൽ പക്ഷെ വളരാൻ സാധ്യത കുറവാണ്. അതെല്ലാം മാറ്റി കൃഷിയിടം ഒരുക്കാറുണ്ട്. ഇതുപോലെ തന്നെ ദുനിയാവെന്ന ഈ കൃഷിയിടത്തിലെ കല്ലും മുള്ളുകളും നമ്മുടെ മനസ്സുകളിലെ എല്ലാ ഹറാമുകളും തിന്മകളും ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ ആ വിളവെടുപ്പ് കൃത്യമായി നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കലർപ്പില്ലാത്ത മനസ്സുമായി റമദാനെ സ്വീകരിക്കണം. ഇതാണ് ഒന്നാമത്തെ വിഷയം. മാനസിക ശുദ്ധീകരണം ഉണ്ടാകണം. റമദാൻ യാത്ര വരുന്നത് നമ്മളിലേക്ക് വരും, നമ്മുടെ മനസ്സുകളിലേക്കാണ് റമദാൻ കടന്നു വരുന്നത് എന്ന ചിന്ത ഉണ്ടാകണം. തെറ്റുകളെല്ലാം അള്ളാഹുവിലേക്ക് കൈയുയർത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടത് തൗബയാണ്.
തൗബ ചെയ്തവന് അവന്റെ തെറ്റുകളില്ലാത്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മാർത്ഥമായ തൗബയുടെ അവസാന നിമിഷങ്ങൾ, റമദാനിൽ ഭാവമംഗലമായ മനസ്സുമായി റമദാനിലേക്ക് പ്രവേശിക്കാൻ ആ തെറ്റുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കയറാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി തൗബ വളരെ പ്രധാനമാണ്. ആത്മാർത്ഥമായ തൗബയിലൂടെ പാവങ്ങളെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഓർമ്മ നമുക്കുണ്ടാകണം. എല്ലാ നിലക്കുമുള്ള ഒരുക്കം, പള്ളി ഒരുങ്ങി, വീടൊരുങ്ങി, നമ്മുടെ വസ്ത്രങ്ങൾ നനച്ചുകുളി എന്ന് പറയുന്ന രൂപത്തിൽ എല്ലാം ഒരുങ്ങി. ഇനി ഉണ്ടാകേണ്ടത് നമ്മുടെ മാനസികമായ ഒരുക്കമാണ്. അതിലൊന്നാമത് റബ്ബുമായിട്ടുള്ള അലാഖത്താണ്, മുറാഖബയാണ്. ആ ഒരു ബന്ധം സ്ഥിരപ്പെടുത്താൻ കഴിയണം. അതുപോലെ തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ടത്, ആരെങ്കിലുമായി വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ചു നീക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലക്ക് എല്ലാ തെറ്റുകളും മാറ്റി നിർത്തി അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൗബ ചെയ്യുന്നവരായി റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതുപോലെ കുടുംബ ബന്ധങ്ങൾ, ആർക്കെങ്കിലും കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ജ്യേഷ്ഠനുമായി, അനുജനുമായി, സഹോദരങ്ങളുമായി, ഇളയപ്പയുമായി, മൂത്താപ്പയുമായി, അതുപോലെ കുടുംബക്കാർ ആരെങ്കിലുമായി ഏതെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടൊന്നും സ്വീകരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകരുത്, വൃഥാവിലായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. കുടുംബ ബന്ധം മുറിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു കുടുംബ ബന്ധം വിച്ഛേദിച്ചവനുമായിട്ടുള്ള ബന്ധം മുറിക്കും എന്നാണ്. ആരെങ്കിലും കുടുംബ ബന്ധം ചേർത്താൽ അവനുമായിട്ടുള്ള ബന്ധം അള്ളാഹു ചേർക്കും എന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയതാണ്. അള്ളാഹു ബന്ധം മുറിച്ചിട്ട് പിന്നെ നോമ്പെടുത്തിട്ട് എന്ത് കാര്യം? അള്ളാഹു ബന്ധം മുറിച്ചവൻ പിന്നെ രാത്രി നമസ്കരിച്ചിട്ട് എന്ത് കാര്യം? അള്ളാഹു ബന്ധം മുറിച്ചവൻ പിന്നെ ധാരാളമായി സ്വതക്കയും സക്കാത്തും കൊടുത്തിട്ട് എന്ത് കാര്യം? സഹോദരങ്ങളെ, അള്ളാഹുമായിട്ടുള്ള ബന്ധം അത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങൾ കൃത്യമായി കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ലാ യദ്ഖുൽ ജന്നത ഖാതിഹുർ റഹിം, കുടുംബ ബന്ധം വിച്ഛേദിച്ചവൻ സ്വർഗം പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം മാതാപിതാക്കളുമായിട്ടാണ്. ചിലരൊക്കെ മാതാപിതാക്കളുമായി പിണങ്ങി നിൽക്കും, അല്ലെ? അവരുമായി പ്രശ്നത്തിൽ നിൽക്കുന്നവരുണ്ടാകും, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധമാണത്. സഹോദരങ്ങളെ, അത്തരം ആളുകൾ ഉണ്ടെങ്കിൽ അള്ളാഹു അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയില്ല. അള്ളാഹു അവരുമായിട്ടുള്ള ബന്ധം മുറിക്കുമെന്നാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് റബ്ബിന്റെ തൃപ്തിയുള്ളത് എന്ന് റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തി. പിണക്കങ്ങളെല്ലാം അവസാനിപ്പിക്കണം. കൂട്ടുകാരുമായി, അയൽവാസികളുമായി, സഹപ്രവർത്തകരുമായി, നമ്മളുമായി ബന്ധപ്പെട്ടവരുമായിട്ടുള്ള പിണക്കങ്ങൾ അതെല്ലാം അവസാനിപ്പിക്കണം. റമദാൻ കടന്നു വരുന്നതിന് മുമ്പ് സ്വഭാവത്തിലെ മാറ്റം, നമ്മുടെ ബിഹേവിയറൊക്കെ മാറണം. നമ്മുടെ സ്വഭാവത്തിന് അതിനുള്ള ഒരു തെറാപ്പിയാണ് യഥാർത്ഥത്തിൽ ഈ റമദാനിനെ ആ നിലക്ക് കാണണം. കോപത്തെ നിയന്ത്രിക്കണം. ആരെങ്കിലും ചീത്ത പറഞ്ഞ് നമ്മളോട് പ്രശ്നത്തിന് വന്നാൽ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, സുഹൃത്തുക്കളാകട്ടെ, ആരാകട്ടെ, അവരോട് ഇന്നി സ്വാഇമുൻ, ഞാനൊരു നോമ്പുകാരനാണ്, ഇത് റമദാനാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പരിവർത്തിപ്പിക്കപ്പെടണം. ആ നിലക്കുള്ളൊരു മാറ്റം, ഒരു പരിശീലനമായി ഈ റമദാനിനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം സമയക്രമീകരണം വളരെ പ്രധാനമാണ്. റമദാനിന് വേണ്ടി സമയക്രമീകരണം ഇപ്പോഴേ നമ്മൾ ആരംഭിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ അതിലേക്ക്, ആ ട്രാക്കിലേക്ക് നമ്മൾ കയറണം. എല്ലാം കൃത്യസമയത്തായിരിക്കണം. ജമാഅത്ത് കൃത്യമായിരിക്കണം. അത്താഴം കഴിക്കൽ കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയം അത് കൃത്യമായിരിക്കണം. അങ്ങനെ സമഗ്രമായ ഒരു മാറ്റം, അതിനുള്ള ഒരു പിരീഡാണ് ഈ റമദാനിലെ ദിവസങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരം ഒരു ഒരുക്കം നമുക്ക് അത്യാവശ്യമാണ്. നോക്കൂ, നിങ്ങൾ ഏതൊരു കാര്യത്തിൽ ഇപ്പൊ നോക്കൂ, ഇപ്പൊ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുകയാണ്. ഇന്ത്യ 2020 വേൾഡ് കപ്പ് കളിക്കുകയാണ്, ക്രിക്കറ്റ് ടീം. അവരെങ്ങനെയാണ്? വീടുകളിൽ നിന്ന് അതിന്റെ മാച്ച് ഉണ്ടാവുമ്പോൾ നേരെ വിളിക്കുകയും നേരെ വന്ന് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യാറുള്ളത്? ഒരിക്കലുമല്ല. അതിനു മുമ്പേ ഒരു പ്രീ സീസൺ ട്രെയിനിങ് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവര് മെയിൻ ടൂർണമെന്റുകളിലേക്ക് ഇറങ്ങുക. ഏതൊരു കളിയാകട്ടെ, ഒരു ഫുട്ബോൾ ടീം ആകട്ടെ, അവർ ഒരു വലിയ ടൂർണമെന്റ് ഇറങ്ങണമെങ്കിൽ അതിനു മുമ്പേ ഒരുപാട് പ്രാക്ടീസ് സെക്ഷനുകൾ ഉണ്ടാകും. അതല്ലാതെ നേരിട്ട് പോയി ഇറങ്ങിയാൽ അവർക്ക് പല ഇഞ്ചുറികളും അവർക്ക് സംഭവിക്കാം. അതുപോലെ തന്നെ റമദാനിലേക്ക് ചില ആളുകൾ വിചാരിക്കുന്നത്, റമദാൻ ഒന്നാകട്ടെ ഖുർആൻ പാരായണം തുടങ്ങാം, റമദാൻ ഒന്നാകട്ടെ നിസ്കാരം തുടങ്ങാം, റമദാൻ ഒന്നാകട്ടെ ഞാൻ പള്ളിയിലേക്ക് വന്നോളാം, റമദാൻ ഒന്നാകട്ടെ ഞാൻ എല്ലാ നിലക്കും മാറ്റം, അതുവരെ ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ ആത്മീയമായ ഒരു മടിപ്പ് അവർക്കുണ്ടാകും. കൃത്യമായ പാതയം ഒരുക്കാത്ത യാത്രകൾ പകുതിക്ക് മുടങ്ങിപ്പോകും എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം. റമദാനിൽ എല്ലാ നിലക്കും നമ്മൾ ഒരുങ്ങണം. ഒരു വാക്കുണ്ട്, നിങ്ങൾ പരാജയപ്പെടണമെന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ നിങ്ങൾ പരാജയപ്പെടുക എന്നതാണ്. നിങ്ങൾ വിജയിക്കണം എന്നാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ തയ്യാറെടുപ്പുകളിൽ നിങ്ങൾ വിജയിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ചുരുങ്ങിയ ദിവസങ്ങളിലെ ഈ ഒരു മുന്നോട്ട് പോക്ക്, ഈ ഒരു റൺവേ കൃത്യമായിരിക്കണം.
നോക്കൂ, നിങ്ങൾ നമ്മൾ എയർപോർട്ടിൽ പോയിട്ടുണ്ട്, വിമാനങ്ങൾ പറന്ന് ആകാശത്തിന്റെ വിഹായസിലേക്ക് പറന്നുയരുന്നത് നമ്മൾ കാണാറുണ്ട്. ആ റൺവേയിലൂടെ അതിവേഗം കുതിച്ച് പായുമ്പോഴാണ്, ആ ശക്തിയിലാണ് ആ വിമാനം മുകളിലേക്ക് പറന്നുയരുന്നത്. ഇതുപോലെയുള്ള ഒരു റൺവേ വളരെ കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിലുള്ളൂ. അതിൽ ശക്തമായി ഓടിയാൽ മാത്രമേ സഹോദരങ്ങളെ ആകാശത്തിന്റെ വിഹായസിലേക്ക്, റമദാനിന്റെ വിഹായസിലേക്ക്, ആത്മീയ വിഹായസിലേക്ക് നമുക്ക് അതിശക്തമായി പറന്നുയരാൻ സാധിക്കുകയുള്ളൂ എന്നത് നമ്മളെല്ലാവരും തിരിച്ചറിയണം. അതിന് ഒരുക്കമുണ്ടാകണം. ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് കൃത്യാക്കണം. റമദാൻ വരുന്നതിനൊരു സന്തോഷമുണ്ടാക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാകണം. അതിന്റെ പേരിൽ ഒരു നിരാശ ഉണ്ടാകാൻ പാടില്ല. അത്തരം ഒരു മൈൻഡ് സെറ്റാണ് നമുക്കുണ്ടാകേണ്ടത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പല നിലക്കുള്ള ഹാബിറ്റ്സുകൾ ഉണ്ടാകും, പല ശീലങ്ങൾ ഉണ്ടാകും, അല്ലെ, പല ദുശീലങ്ങൾ ഉണ്ടാകും. അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ശീലങ്ങൾ, സോഷ്യൽ മീഡിയയിലെ ഉപയോഗം, രാത്രിയിലെ ഉറക്കം, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ ശീലങ്ങൾ ഇപ്പോൾ തന്നെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യണം. ആ റമദാനിൽ കൂടുതൽ നന്മകൾ, എത്രത്തോളം ഞാൻ ഖുർആൻ ഓതും, എത്രത്തോളം ഞാൻ ഖത്തം ഈ റമദാനിൽ തീർക്കും, അതുപോലെ എത്രമാത്രം സ്വതക്കയ്ക്ക് വേണ്ടി എന്റെ സമ്പത്ത് നിന്ന് ഞാൻ മാറ്റിവെക്കും. ഇങ്ങനെയുള്ള ഒരു പ്ലാനിങ് ഈ റമദാനിൽ പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അതല്ലാതെ റമദാനിൽ ചെയ്തു തീർക്കാവുന്ന നന്മകൾക്ക് ഒരു മുന്നൊരുക്കവും സമയക്രമവും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ അലഞ്ഞു തിരിഞ്ഞ് റമദാനിന്റെ പുണ്യരാത്രികൾ നഷ്ടപ്പെടുത്തി ആ വജ്രങ്ങൾ നമ്മുടെ സഞ്ചിയിലേക്ക് വാരിയെടുക്കാൻ കഴിയാതെ നിരാശരായി അവസാനം കരഞ്ഞു മാറുന്നവരായി, ആദ്യം ഞാൻ പറഞ്ഞ കഥയിലെ ആ ഹതഭാഗ്യവന്മാരായി നമ്മൾ മാറരുത് എന്ന് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ഒരു ഫാസ്റ്റിംഗ് അഥവാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വിഷയങ്ങളിൽ ഒരു ടൈം ലിമിറ്റ് ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളിലും ചില ആപ്പുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഈ ഇൻസ്റ്റാഗ്രാം, അതുപോലെ പ്രായമുള്ള ആളുകളാണ് ഫേസ്ബുക്ക്, ചെറുപ്പക്കാർ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് സമയങ്ങൾ റമദാനിൽ കളയരുത്. അതൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കൂ. നമുക്ക് ഉപയോഗിക്കാനുള്ള നല്ല പ്ലാറ്റ്ഫോമുകൾ നെറ്റ് ഉപയോഗിക്കുന്നവർ ആ നിലക്ക് ഉപയോഗിക്കൂ. ഹിദായ മൾട്ടിമീഡിയ, അതുപോലെ തന്നെ റിനൈൻ TV പോലെയുള്ള ചാനലുകളിൽ ഖുർആൻ ക്ലാസുകൾ, ഖുർആൻ പഠനങ്ങൾ, ഇസ്ലാമിക പ്രഭാഷണങ്ങൾ അതൊക്കെ നമുക്ക് ലഭിക്കും. ആ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കൂ. അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പകൽ കിടന്നുറങ്ങി രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന അത്തരം അവസ്ഥകളൊക്കെ മാറി കൃത്യമായ ഒരു പ്ലാനിങ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ റമദാനിൽ നമുക്കുണ്ടാകണം. അതുപോലെ റമദാനിൽ ഷോപ്പിംഗ്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റമദാൻ ആരാധനയുടെ മാസമാണ്. റമദാൻ ഇങ്ങനെ ഷോപ്പുകളിലും അങ്ങാടികളിലും ഒക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് സമയം നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. റമദാനിലെ രാപ്പകലുകൾ ഇബാദത്തുകളിൽ കഴിച്ചു കൂട്ടാൻ നമുക്ക് സാധ്യമാകണം. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ പറയുകയാണ്, പെരുന്നാളിനൊക്കെയുള്ള വസ്ത്രങ്ങൾ നേരത്തെ എടുത്തു വെക്കാൻ സാധ്യമാകുന്നവർ അങ്ങനെ ചെയ്യണം. ഏറ്റവും പുണ്യമായ അവസാന ദിനരാത്രങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നത് നമ്മൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. റമദാനിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ സ്വരൂപിക്കാൻ സാധിക്കണം ഭൗതികമായി. അങ്ങനെയാണെങ്കിൽ റമദാനിന്റെ ദിനരാത്രങ്ങൾ മാക്സിമം, ഇതൊരു പ്ലാനിങ് ആണ്. ഇങ്ങനെ ഒരു വിശ്വാസി നന്മയിലേക്ക് മുന്നേറുന്നവരായിട്ടാണ് മാറേണ്ടത്. റമദാൻ ബഡ്ജറ്റ്, അത് നമ്മൾ ഏറ്റവും നമുക്ക് പണം ചെലവാകുന്ന ഒരു മാസമായി റമദാനെ കാണരുത്. നമ്മുടെ ചെലവാക്കുന്ന പണത്തിൽ ഏറ്റവും കൂടുതൽ ദാനധർമ്മങ്ങൾക്കാകണം എന്ന ഒരു കാഴ്ചപ്പാടും ഈ റമദാനിൽ നമുക്ക് പ്രത്യേകം ഉണ്ടാകണം. പള്ളികളിലേക്ക് വരും വെള്ളിയാഴ്ചകളിൽ നമുക്ക് ധാരാളമായി സ്വതക്കയും അതുപോലെ തന്നെ ദാനധർമ്മങ്ങളും ഒക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തി പാവങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടറിയുവാനും അവരെ സഹായിക്കുവാനും അത്തരത്തിൽ നമുക്ക് ആ നിലക്ക് പുണ്യം നേടിയെടുക്കുവാനുമുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കുല്ലും ജനങ്ങളുടെ വിധി തീർപ്പാക്കുന്ന നാളിൽ അതുവരെ അവരുടെ സ്വതക്കയുടെ, അവരുടെ ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കുമെന്ന റസൂലുള്ളയുടെ വാക്ക് നമുക്കതിന് പ്രചോദനമുണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, റമദാനിലെ ഉംറ ആഗ്രഹിക്കുന്നവർ അതിനുവേണ്ടി തയ്യാറാകണം. കാരണം റസൂലുള്ള പറഞ്ഞു, റമദാനിലെ ഉംറ എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്നത് പോലെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിന് സാഹചര്യമുള്ളവർ അത് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളെ റമദാനിന് വേണ്ടി ഒരുക്കണം. നമ്മൾ പള്ളിയിൽ വരിക, എല്ലാ ഇബാദത്തും ചെയ്യുക, മക്കളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കാതെ വിടുക, അങ്ങനെയല്ല അല്ലെ. സ്വർഗം അത് ആഗ്രഹിക്കുമ്പോൾ അവിടെ നമ്മുടെ ഭാര്യ ഉണ്ടാകണം, മക്കൾ ഉണ്ടാകണം, കുടുംബം ഉണ്ടാകണം. ഇതൊരു വിശ്വാസിയുടെ ആഗ്രഹമായിരിക്കണം, നസീഹത്തായിരിക്കണം. അതുകൊണ്ട് അവരെയും ഈ നന്മകളിലേക്ക് പ്രചോദിപ്പിക്കണം, അവരെയും പള്ളികളിലേക്ക് കൊണ്ടുവരണം. എല്ലാ നന്മകളിലും അവരെയും ചേർക്കാൻ നമുക്ക് കഴിയണം. അവരെയും നരകത്ത് നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാവരും ഉണ്ടാക്കിയെടുക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം ചെറിയ കുട്ടികളെ നോമ്പിന് പരിശീലിപ്പിക്കണം, അവർക്ക് ചെറിയ സമ്മാനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കണം. ഇതെല്ലാം നമ്മൾ നിർവഹിക്കണം. മറ്റൊന്ന് ഖുർആനാണ്. ഖുർആനുമായി ബന്ധപ്പെട്ട് വിശദമായി പിന്നീട് പറയാം. ഖുർആൻ അത് റമദാനിന്റെ ഏറ്റവും കാതലായ വശമാണ്. ഖുർആൻ പാരായണം എപ്പോഴും നമ്മൾ ഓർത്തുവെക്കുക. ഖുർആൻ മാക്സിമം പാരായണം ചെയ്യാൻ ഇപ്പോൾ തന്നെ ശ്രമിച്ച് നമ്മൾ തുടങ്ങേണ്ടതുണ്ട്. ഖുർആൻ പഠനമുണ്ടാകണം. അതുപോലെ തന്നെ ഖുർആൻ അത് ജീവിതത്തിൽ പകർത്തണം.
അതോടൊപ്പം ആ ഖുർആൻ മറ്റുള്ളവരിലേക്ക്, അതിന്റെ സന്ദേശം എത്താത്ത ആളുകളിലേക്ക് എത്തിക്കുവാനുള്ള ബാധ്യതയും കൂടി നമുക്കുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയണം. ഏറ്റവും അവസാനമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, റമദാനിന്റെ, നോമ്പിന്റെ, ഖുർആനിന്റെ, ഇതിന്റെയൊക്കെ ഏറ്റവും ദ കോർ പർപ്പസ് എന്ന് പറയുന്നത് ലഅല്ലക്കും തത്തഖൂൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ തഖ്വയുണ്ടാകും. അതിനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്, പട്ടിണി കിടക്കാനല്ല. വെറുതെ ഒരു സമയം, ഒരു പീരീഡ് ഇങ്ങനെ പട്ടിണി ഉണ്ടാവുക എന്നതല്ല അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ മാറ്റത്തിനുള്ള ഒരു പരിശീലന കളരിയാണ് ഈ റമദാന്റെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരു സ്വയം നിയന്ത്രണം, ഒരു ആത്മനിയന്ത്രണം അതുകൊണ്ടുണ്ടാകണം. ആ നിലക്കുള്ള ഒരു അതിന്റെ ഒരു പ്രായോഗിക രൂപം മാത്രമാണ് നോമ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ധാർമ്മിക ബോധവും അള്ളാഹുവിന് അദൃശ്യമായ സൃഷ്ടാവിനെ കുറിച്ചുള്ള ഭയവും ഒരു വിശ്വാസിക്കുണ്ടാകുമ്പോഴേ അവന് നേരായ മാർഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നിപ്പോ ലോകത്ത് പല പകൽമാന്യന്മാരുടെയും മുഖം മൂടി അഴിയുന്ന ഫയലുകളാണ് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ, ഒരു മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ ധാർമ്മികമായ ബോധം വേണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എത്ര പ്രസക്തമാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നു. എന്ത് തെറ്റ് കണ്ടാലും, ഒരു ഹറാമ് കണ്ടാൽ, ഒരു അശ്ലീലത കണ്ടാൽ നോ പറയാൻ ഒരു വിശ്വാസിക്ക് മനസ്സുകൊണ്ട് കഴിയുന്നിടത്താണ് ഈ തഖ്വ എന്ന ഗുണം ഒരു വിശ്വാസി നേടിയെടുത്തു എന്ന് പറയുന്നത്. അത്തരം ഒരു ഫിൽറ്ററിങ്ങിനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാൻ എന്ന് നമ്മൾ തിരിച്ചറിയണം. റമദാൻ എന്ന് പറയുമ്പോൾ വയറിനെ പട്ടിണിക്കിടുന്നത് ഹൃദയത്തിന് ഭക്ഷണം നൽകുവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ വയർ നിറഞ്ഞിരിക്കുമ്പോൾ ഹൃദയം ഉറങ്ങിപ്പോകും, എന്നാൽ വയർ വിശക്കുമ്പോൾ ഹൃദയം ഉണരും. അപ്പോൾ കൈകൾ ആകാശത്തേക്ക് ഉയരും, പ്രാർത്ഥനകൾ ഉയരും, റബ്ബിന്റെ തൃപ്തിയെ പ്രതീക്ഷിക്കും, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആഗ്രഹിക്കും. അങ്ങനെ വിശ്വാസിയുടെ മനസ്സുകളിലേക്ക് തഖ്വയുണ്ടാകും. 30 ദിവസം നോമ്പെടുക്കുന്നതിലൂടെ, റമദാന്റെ ദിനരാത്രങ്ങൾ നോമ്പെടുക്കുന്നതോടെ അവന്റെ നാവിന് നോമ്പുണ്ടാകണം, അവന്റെ കൈകാലുകൾക്ക് നോമ്പുണ്ടാകണം, അവന്റെ ശരീരത്തിന് നോമ്പുണ്ടാകണം. അതൊന്നുമില്ലാതെ എല്ലാ തെറ്റുകളിലും പോയി എല്ലാവരും നോമ്പെടുക്കുന്നത് കൊണ്ട് ഞാനും നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞ് അത്തരം നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല, കേവലം പട്ടിണി മാത്രമെന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോമ്പിന്റെ ബാഹ്യരൂപം, അതിന്റെ സോൾ, അന്തസത്ത എന്ന് പറയുന്നത് വിചാരങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ്. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, നമുക്കറിയാം, കുട്ടികൾക്കൊക്കെ എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കണം, പെട്ടെന്ന് നടക്കണം. ഒരാഗ്രഹം ഉണ്ടായാൽ, ഒരു കാര്യം കാണാൻ ആഗ്രഹം ഉണ്ടായാൽ അപ്പം തന്നെ അവന് കാണണം, ഒരു കാര്യം കിട്ടണമെന്ന് തോന്നിയാൽ അപ്പം തന്നെ കിട്ടണം. ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ ഈ ആധുനിക ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ, അവർക്ക് നടക്കാൻ തോന്നുന്നതെല്ലാം അന്നേരം തന്നെ നടക്കണം എന്ന് പറയുന്ന അവസ്ഥ. ഇതിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുന്ന വലിയ ഒരു കൃത്യമായ ഒരു പ്രക്രിയയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അല്ലെ, ഒരു ആത്മനിയന്ത്രണം. തെറ്റുകൾ കണ്ടാൽ അവിടെ എന്റെ റബ്ബ് കാണുന്നുണ്ട്, അതെനിക്ക് ചെയ്യാൻ പാടില്ല എന്ന മാനസികമായി തോന്നുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് റമദാൻ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം. റമദാനുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സ്വായത്തമാക്കി മുന്നോട്ട് പോകുന്ന വിശ്വാസികളെ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവുക. റമദാനിലെ നന്മകൾ, തറാവിയ നമസ്കാരം, ഖിയാമുൽ ലൈൽ, അതുപോലെ ഖുർആൻ പാരായണം, പഠനം, ദിക്റുകൾ, ജമാഅത്ത്, അതുപോലെയുള്ള എല്ലാ നന്മകളും നമ്മൾ നേടിയെടുക്കണം. ഒരു തിരി മാത്രം കത്തിച്ചു വെച്ചാൽ ഒരുപാട് സമയം അത് കത്തിയിരിക്കൂല. ഇനി എണ്ണ ഇല്ലെങ്കിൽ, തിരിയും വിളക്കുമുണ്ട്, എണ്ണ ഇല്ലെങ്കിലോ അതിനും കത്തിക്കാൻ സാധ്യമല്ല. എന്നാൽ എല്ലാം ഉണ്ടാകും, നല്ലൊരു വിളക്കുമുണ്ട്, എണ്ണയുമുണ്ട്, തിരിയുമുണ്ടായാൽ അതിന് നല്ല പ്രകാശപൂരിതമായിരിക്കും. എന്നതുപോലെ റമദാനിൽ കേവലം നോമ്പ് മാത്രമല്ല, എല്ലാ നന്മകളും നമ്മൾ സ്വായത്തമാക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യണം, എല്ലാ സുഹൃത്തുക്കളും നേടിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും റമദാൻ കഴിഞ്ഞ് ശവ്വാലിന്റെ പിറയമ്പളി കണ്ട് ഈദ് സുദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശപൂരിതമായ ഒരു മനുഷ്യനായി നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കാൻ സാധിക്കും. അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും അതിനുവേണ്ടി ചെയ്യുക. നോമ്പിന്റെ ഹുക്കുമുകൾ എല്ലാം പഠിക്കുക, അതനുസരിച്ചുകൊണ്ട് നോമ്പ് ഒരു കാര്യം അത് പഠിച്ചു ചെയ്യുമ്പോഴാണ് അതിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഓർമ്മപ്പെടുത്താനുള്ള, നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ നമ്മൾ ധൃതി കാണിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഇപ്പം 6:34 മഗ്‌രിബിന്റെ ബാങ്ക് എങ്കിൽ അല്ലെങ്കിൽ സമയമെങ്കിൽ
ആ സമയത്ത് തന്നെ നോമ്പിന്റെ ദിവസം ഏതാണോ സമയം അതറിയാനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലുകളും അതുപോലെ ആധുനിക സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ നോമ്പ് തുറക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, റസൂലുള്ള പറഞ്ഞ 2-3 ഹദീസുകളാണ്. കാന അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയും നബിയുടെ സഹാബിമാരും എങ്ങനെയായിരുന്നു? അസ്റ അന്നാസി ഇഫ്താറൻ, അവര് നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുമായിരുന്നു. ഇതൊരു അവർക്കുണ്ടായിരുന്ന പ്രത്യേകതയായിരുന്നു. സുഹൂറ, എന്നാൽ അത്താഴം എന്ത് ചെയ്യും? പിന്തിക്കും. അത്താഴം മാക്സിമം കതിരി അംസീന ആയ എന്നാണ് ഹദീസുകളിലുള്ളത്. 50 ആയത്തോളം സമയമുള്ളൂ അത്താഴവും ബാങ്കും തമ്മിൽ, സുബഹിന്റെ ബാങ്കും തമ്മിൽ അത്രേ സമയം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ സമയമായിട്ടും പിന്തിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ നാടുകളിലും പള്ളികളിലും ഒക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സമയമായി എന്ന് ബോധ്യപ്പെട്ടിട്ടും പിന്നീട് പിന്തിച്ച് 2 മിനിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ബാങ്ക് കൊടുക്കുക. ഇനി വിളിക്കുമ്പോൾ ബാങ്ക് കൊടുക്കണ മോദിനാണെങ്കിലോ അദ്ദേഹം നോമ്പൊക്കെ തുറന്ന് സമയമായിട്ട് നോമ്പൊക്കെ തുറന്ന് പതുക്കെ വന്ന് ബാങ്ക് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നോമ്പ് തുറക്കുള്ളൂ. ഇത് ശരിയായ ഒരു നിലപാടല്ല, പ്രവാചക സുന്നത്തിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി രണ്ടാമത് നോക്കൂ, അമ്പിയാക്കന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാം. സലാസും മിൻ അഖ്ലാഖിൽ മുർസലിൻ, മുർസലിങ്ങളുടെ 3 സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. പ്രവാചകന്മാരുടെ സ്വഭാവങ്ങൾ: തഅജീലുൽ ഇഫ്താർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുമായിരുന്നു. സമയമായാൽ അപ്പോൾ തന്നെ തുറക്കും. അല്ലെ, സമയമാവുക എന്നുള്ളതാണ്, ബാങ്ക് കേൾക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ബാങ്ക് കേൾക്കാത്ത ഒരു നാടാണ്, പള്ളി ഇല്ലാത്ത ഒരു നാടാണ്, അവരെങ്ങനെ നോമ്പ് തുറക്കുക? സമയമാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. സുഹൂർ, അതുപോലെ തന്നെ സുഹൂറിനെ, അത്താഴത്തെ പിന്തിപ്പിക്കുക. വസ്സിവാക്ക്, അതുപോലെ മിസ്വാക്ക് ചെയ്ത് പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നോമ്പ് തുറക്കുന്നത് എന്തുകൊണ്ടാണ്? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ റുത്തുബാത്തുകൾ ഉണ്ടെങ്കിൽ, അഥവാ പഴുത്ത ഈത്തപ്പഴം ഉണ്ടെങ്കിൽ അത് ഒന്നാമത്തെ മുൻഗണന. റസൂലുള്ളാഹി അതുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നത്. അതില്ലെങ്കിൽ തമ്രാത്ത്, ഉണങ്ങിയ ഈത്തപ്പഴം അത് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുമില്ലെങ്കിൽ വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കാറുണ്ടായിരുന്നു. നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥന പ്രവാചകൻ പറഞ്ഞു, ഈ ഒരു പ്രാർത്ഥനയാണ് നോമ്പ് തുറക്കുമ്പോൾ നിർവഹിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചുള്ളൂ. ഇതെല്ലാവരും പഠിക്കുക, നമുക്കറിയുന്ന പ്രാർത്ഥനയാണ്. ഇത് നിർവഹിച്ചുകൊണ്ടായിരിക്കണം ഈ റമദാനിലെ നോമ്പുകൾ തുറക്കുക എന്ന നിയ്യത്ത് നമുക്ക് പ്രത്യേകമായി ഉണ്ടായിരിക്കണം. ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മുടെ നാടുകളിലൊക്കെ പല നിൽക്കുള്ള പ്രാർത്ഥനകൾ, ചില പ്രാർത്ഥനകളൊക്കെ കാർഡിലേക്ക് അടിച്ചു വിതരണം ചെയ്യുന്നുണ്ട്. പ്രവാചകനോ സഹാബത്തിനോ ഒന്നും പരിചയമില്ലാത്ത ചില പ്രാർത്ഥനകൾ പിൽക്കാലത്ത് ഏതോ പാള കിതാബുകളിൽ വന്നത്, അതിങ്ങനെ പ്രചരിപ്പിക്കുക, ആളുകൾ അത് ചെയ്യുക പുണ്യം പ്രതീക്ഷിച്ച്. സഹോദരങ്ങളെ, ഏതൊരു നന്മയും അത് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതായിരിക്കണം. അതാണ് ഈ റമദാനിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മറ്റൊന്ന് നീയത്താണ്. നീയത്ത് റമദാനിൽ ആദ്യം തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ മനസ്സുകളിൽ റമദാൻ മുഴുവൻ നോമ്പുകളും എടുക്കുമെന്നൊരു നീയത്ത് മൊത്തത്തിൽ ഉണ്ടാകണം. അതുപോലെ ഓരോ നോമ്പിനും നീയത്ത് പുതുക്കണം. അത് നോമ്പ് പകലാകുന്നതിന് നോമ്പിന് മുമ്പ് തന്നെ രാത്രിയിലോ സുബഹി അത്താഴത്തിന് എണീക്കുമ്പോഴോ നീയത്തുണ്ടായിരിക്കണം. അത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പള്ളികളിലൊക്കെ ചില ആളുകൾ ഇങ്ങനെ ചില നീയത്തുകൾ ചൊല്ലിപ്പറയുന്നത് കാണാൻ കഴിയും. നവൈതു സൗമദിൻ അന്നദാഇ ഫർദ് റമദാനി ഹദീസനത്തി ലില്ലാഹി തആല, ഇങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ ഒപ്പിച്ചുകൊണ്ട് ചില നീയത്തുകൾ വാചികമായി പറയുന്നത് കാണാൻ കഴിയും. നീയത്ത് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് കസ്തുന്നീയ, അത് മനസ്സിലെ കരുതലാണ്. നാളെ നോമ്പെടുക്കുമെന്ന്, അള്ളാഹുവിന് വേണ്ടി നാളെ റമദാനിൽ നോമ്പെടുക്കുമെന്ന് മനസ്സിൽ കരുതുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ്. അതിനെയാണ് നീയത്ത് എന്ന് പറയുക. അല്ലാതെ ചെല്ലിപ്പറയുന്ന ഒരു രൂപം നബിയോ അവിടുത്തെ അസ്ഹാബുകളോ മഹാന്മാരായ ഇമാമിങ്ങളോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തറാവി നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ മറ്റൊരു കാര്യം പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് സക്കാത്തിന്റെ വിഷയമാണ്. സക്കാത്ത് റമദാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എങ്കിൽ പോലും എല്ലാവരും സക്കാത്ത് മിക്ക ആളുകളും കൊടുക്കുന്നത് റമദാനിലാണ്. കാരണം കൂടുതൽ പുണ്യം കിട്ടാൻ വേണ്ടി റമദാനിൽ അത് കണക്ക് നോക്കുന്ന ഒരവസ്ഥയുണ്ട്. നിസാബ് എത്തിയവർ സക്കാത്ത് കൊടുക്കേണ്ടവർ കൃത്യമായി കൊടുക്കുക. അതിന്റെ സക്കാത്തിന്റെ കമ്മിറ്റി ഇവിടെ ഉണ്ട്. സംഘടിതമായി കൊടുക്കുക എന്നത് പ്രവാചക സുന്നത്ത് ഹയാത്താക്കാൻ കിട്ടിയ ഒരു അവസരമാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. സക്കാത്തുമായി വിശദമായ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് സൂചിപ്പിക്കാം. ഖുദു മിൻ അംവാലിഹിം സ്വദഖ, അവരിൽ നിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങണം, അത് കൊടുക്കണം എന്ന് പ്രവാചകൻ ശക്തമായി പഠിപ്പിച്ചൊരു വിഷയമാണ്. അതുകൊണ്ട് ആ നിലക്ക് കമ്മിറ്റിയുമായി ആളുകൾ എല്ലാവരും ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു എല്ലാ നന്മകളും സ്വായത്തമാക്കുന്ന, പഠിച്ച് സുന്നത്തനുസരിച്ച് ചെയ്യുന്ന മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും അള്ളാഹുവിന്റെ ഭവനത്തിന് വേണ്ടി ഉദാരമായി സംഭാവനകൾ നൽകുക. അള്ളാഹു അർഹമായ പ്രതിഫലം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യയുടെ തലയുടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകരിൽ പലരും രോഗാവസ്ഥയിലാണ്. പ്രത്യേകിച്ച് സെയ്ദ് സാഹിബ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവരുടെ രോഗങ്ങളെല്ലാം ഷിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. പൂർണ്ണമായ ആരോഗ്യവും മാനസികമായ സ്ഥൈര്യവും അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും
അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മറ്റ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് നോമ്പ് തുറയുമായി എല്ലാവരും സഹകരിക്കുക, അതിനുള്ള സാഹചര്യമുണ്ട്. നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ നോമ്പുകാരൻ്റെ അതേ ഒരു നോമ്പിന് തന്നെ എത്രമാത്രം പ്രതിഫലമാണല്ലോ പറഞ്ഞത്. എന്നാൽ ഞാൻ മറ്റൊരാളെ നോമ്പ് തുറപ്പിച്ചാൽ അവന്റെ പ്രതിഫലം കുറയാതെ അത് നമുക്കും കിട്ടും. അങ്ങനെ ആകുമ്പോൾ എത്രയോ ആളുകൾ നോമ്പ് തുറപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. സഹോദരങ്ങൾ, അതിലെല്ലാവരും ധൃതി കാണിക്കുക, അതിൽ മുന്നോട്ട് വരിക, മാത്സര്യം കാണിക്കുക. ഇവിടെ നോമ്പ് തുറയുണ്ട്, അതുമായി എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകൾക്കും നോമ്പ് തുറ ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ദിക്ർ ദുആകളുടെ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വാങ്ങാത്തവർ വാങ്ങുകയും നമ്മുടെ മക്കൾക്കൊക്കെ കൊടുത്തത് പഠിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു എല്ലാവിധ നന്മകളും സ്വീകരിക്കുമാറാകട്ടെ. തൗഹീദോടുകൂടി, മുവഹിദായി, ഇഖ്ലാസോടുകൂടി, ഇത്തിബാഅോടുകൂടി റമദാനിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ച്, ഹൃദയത്തിലേക്ക് സ്വീകരിച്ച്, തഖ്വയോടുകൂടി മുന്നോട്ട് പോകുന്ന വിശ്വാസി അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കൂട്ടം കൂട്ടമായി പോകുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെടുന്ന സമയത്ത് പരിശുദ്ധ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുവഹിദീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് അമ്നിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ വഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.